കൽപ്പന ചൗള ഭാരതത്തിന്റെ നക്ഷത്രം. ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. ഒരുപാട് സ്വപ്നങ്ങൾ നടപ്പാക്കിക്കൊണ്ട്. പക്ഷേ കൽപ്പന ചൗളയുടെ ആയുഷ് അവസാനിച്ചത് ഒരു ഭീകര ദുരന്തത്തിൽ. നാസയുടെ കൊളംബിയ ബഹിരാകാശ അപകടം ഇപ്പോഴും സംശയങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ്. എന്താണ് ആ ദുരന്തത്തിന്റെ കാരണം? കൽപ്പനയുടെ സ്വപ്നയാത്ര എങ്ങനെ ദുരന്തമായി മാറി? ഹലോ സുഹൃത്തുക്കളെ, ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2003 ഫെബ്രുവരി 1 നാസയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങുകയായിരുന്നു. 7 ബഹിരാകാശ യാത്രികർ കപ്പലിലുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഇന്ത്യക്ക് വളരെ സവിശേഷമായിരുന്നു. മിഷൻ സ്പെഷ്യലിസ്റ്റ് കൽപ്പന ചൗള. 2 ആഴ്ച ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷമാണ് ഇവർ മടങ്ങിയത്. അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരുടെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ഈ വിമാനം ബഹിരാകാശ യാത്രികർക്ക് സവിശേഷമാണെങ്കിലും നാസയെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു പതിവ് ദൗത്യം മാത്രമായിരുന്നു. കൊളംബിയ പ്രോഗ്രാമിന്റെ 28ാമത്തെ ഫ്ലൈറ്റ് ആയിരുന്നു അത്. തിരിച്ചുള്ള യാത്രയിൽ സ്പേസ് ഷട്ടിൽ വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. സിസ്റ്റങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നു. എല്ലാം സാധാരണമാണെന്ന് തോന്നി. ഭൂമിയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ കമ്മ്യൂണിക്കേറ്റർ ക്യാപ്കോം ചാർലി ഹോബോ ഷട്ടിലുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ചാർലി ബഹിരാകാശ സഞ്ചാരികളോട് ടയർ പ്രഷർ റീഡിങ്ങിനെ കുറിച്ച് ചോദിച്ചു. മറുവശത്ത് മിഷൻ കമാൻഡർ റിക് ഹസ്ബൻഡ് പ്രതികരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ കേട്ടുള്ളൂ. റോജർ. അദ്ദേഹത്തിന്റെ ഉത്തരം പൂർത്തിയാകാതെ തുടർന്നു. ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ഹോബോ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഷട്ടിൽ നിന്ന് മറുപടിയില്ലാതെ 10 മിനിറ്റ് കടന്നുപോയി. എന്നാൽ സുഹൃത്തുക്കളെ, ബഹിരാകാശ കേന്ദ്രത്തിൽ കൊളംബിയ ഷട്ടിൽ പൊട്ടിത്തെറിച്ചത് ടീം അറിഞ്ഞിരുന്നില്ല. മിനിറ്റുകൾക്ക് ശേഷം ബഹിരാകാശ കേന്ദ്രത്തിന് ഒരു കോൾ ലഭിച്ചു. TV ഓണാക്കി വാർത്തകൾ കാണുക. സ്ക്രീനുകൾ ദാരുണമായ രംഗം കാണിച്ചു. വളരെ വേദന നിറഞ്ഞ കാഴ്ചകൾ. ഈ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ ആകാശത്തേക്ക് നോക്കുന്ന ആളുകൾ ഒരു ധൂമകേതു ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ ജ്വലിക്കുന്ന പ്രകാശം കണ്ടു. വെളിച്ചം കഷണങ്ങളായി ടെക്സാസിൽ 9:12 AM ഷട്ടിലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പെയ്തു. അപ്പോഴേക്കും ദുരന്തം സംഭവിച്ചതായി നാസ തിരിച്ചറിഞ്ഞിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പ്രസിഡന്റ് ജോർജ് ബുഷ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. എന്റെ സഹ അമേരിക്കക്കാരെ, ഈ ദിവസം നമ്മുടെ രാജ്യത്തിന് ഭയാനകമായ വാർത്തകളും വലിയ സങ്കടവും കൊണ്ടുവന്നു. കൊളംബിയ നഷ്ടപ്പെട്ടു. അതിജീവിച്ചവരില്ല. 40 വയസ്സുള്ള ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ഉൾപ്പെടെ 7 ബഹിരാകാശ സഞ്ചാരികളും കൊല്ലപ്പെട്ടു. കൽപ്പന ചൗളയുടെ കഥ രാജ്യത്തിനാകെ പ്രചോദനമായി. അതിലുപരി വേദനകൾ നിറഞ്ഞതുമായി തീർന്നു. പക്ഷേ ഇന്നും കൽപ്പന ചൗളയുടെ കഥ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആ ധീരവനിതയുടെ കഥ നമുക്ക് നോക്കാം. 1862 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിൽ ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് കൽപ്പന ചൗള ജനിച്ചത്. അവളുടെ മാതാപിതാക്കളായ ബനാരസിലാൽ ചൗളയും സംജ്യോതി ചൗളയും വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരാണ്. അവരുടെ 4 മക്കളിൽ ഇളയവളായിരുന്നു കൽപ്പന. അവൾ ആദ്യമായി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ഔപചാരികമായി പേര് നൽകിയിരുന്നില്ല. വീട്ടിൽ അവളെ മോണ്ടു എന്നാണ് വിളിച്ചിരുന്നത്. അവളുടെ മൂത്ത സഹോദരി അവളെ സ്കൂളിൽ കൊണ്ടുപോയി. അധ്യാപകർ അവളുടെ പേര് ചോദിച്ചപ്പോൾ അവൾക്ക് ഇതുവരെ പേര് നൽകിയിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ കൽപ്പന തന്റെ പേര് സ്വയം തിരഞ്ഞെടുത്തു. ഈ കൊച്ചു പെൺകുട്ടി തന്റെ ജീവിതത്തിൽ ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് ആരും കരുതിയിരിക്കില്ല. ചെറുപ്പം മുതലേ സാമൂഹിക പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ അവൾ തീരുമാനിച്ചതെങ്ങനെയെന്ന് അവളുടെ സഹോദരൻ സഞ്ജയ് ചൗള ഓർക്കുന്നു. ഞാൻ വെറുമൊരു വിഡ്ഢി പെൺകുട്ടിയല്ലെന്ന് ഞാൻ ഈ ആൺകുട്ടികളെ കാണിക്കും. കാരണം അന്ന് മുൻഗണന ആൺകുട്ടികൾക്കായിരുന്നു. സഞ്ജയ് പറയുന്നതനുസരിച്ച് കൽപ്പന ശക്തമായ ഇച്ഛാശക്തി ഉള്ളവളായിരുന്നു. ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾ കണ്ടതോടെയാണ് കൽപ്പനയ്ക്ക് ബഹിരാകാശത്തോടുള്ള അഭിനിവേശം ആരംഭിച്ചത്. കുട്ടിക്കാലത്ത് അവൾ പലപ്പോഴും പിതാവിനൊപ്പം പ്രാദേശിക ഫ്ലൈയിങ് ക്ലബ്ബ് സന്ദർശിച്ചിരുന്നു. അവളുടെ താല്പര്യം അവളുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. പക്ഷെ അവൾ വളർന്നപ്പോൾ അവളുടെ പിതാവും അധ്യാപകരും പ്രൊഫസർമാരും പെൺകുട്ടികൾക്ക് അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് എയ്റോസ്പേസിൽ ഒരു കരിയർ തുടരുന്നതിനെതിരെ അവളെ ഉപദേശിച്ചു. എല്ലാവരും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും കൽപ്പനയെ തടയാനായില്ല. അവൾ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി. വിദേശത്ത് പഠിക്കാനുള്ള അവളുടെ തീരുമാനത്തെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും ബിരുദാനന്തര ബിരുദം നേടുന്നതിനായി അമേരിക്കയിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി.
1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD പൂർത്തിയാക്കി. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എയർക്രാഫ്റ്റിൽ വൈദഗ്ധ്യം നേടിയ നാസയുടെ അമേസ് റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾക്ക് 26 വയസ്സായിരുന്നു. വിമാനത്തിന്റെ ചിറകുകൾക്കും ബാക്കി ഘടനയ്ക്കും ചുറ്റും വായു ദ്രാവകം പോലെ ഒഴുകുന്നത് എങ്ങനെയെന്ന് അവിടെ പഠിപ്പിക്കുന്നു. അവൾക്ക് നിരവധി പൈലറ്റ് ലൈസൻസുകൾ ഉണ്ടായിരുന്നു. കൂടാതെ വിമാനങ്ങൾ, ഗ്ലൈഡറുകൾ, ജലവിമാനങ്ങൾ എന്നിവ എങ്ങനെ പറത്താമെന്ന് അറിയാമായിരുന്നു. 1991 കൽപ്പന അമേരിക്കൻ പൗരനായി. 1994 നാസ ബഹിരാകാശ യാത്രിക പരിശീലനത്തിനായി 4000 അപേക്ഷകരിൽ 20 പേരെ തിരഞ്ഞെടുത്തു. അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1997 നവംബറിൽ കൊളംബിയ പ്രോഗ്രാമിന്റെ STS-87 ദൗത്യത്തിൽ കൽപ്പന തന്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തി. ഈ ഷട്ടിൽ അതിലൂടെ കൽപ്പന 250ലധികം തവണ ഭൂമിയെ ചുറ്റുകയും 2 ആഴ്ച ബഹിരാകാശത്ത് താമസിക്കുകയും ചെയ്തു. നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ ഔദ്യോഗിക നാമമായ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെയാണ് STS സൂചിപ്പിക്കുന്നത്. മനുഷ്യ ബഹിരാകാശ യാത്രകൾ നടത്തുന്ന 4ാമത്തെ പ്രോഗ്രാമായിരുന്നു അത്. ആദ്യത്തേത് പ്രോജക്റ്റ് മെർക്കുറി, പിന്നീട് പ്രോജക്റ്റ് ജെമിനി, തുടർന്ന് പ്രസിദ്ധമായ അപ്പോളോ പ്രോഗ്രാം, ഒടുവിൽ 1981 ആരംഭിച്ച STS പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലെ 2 പ്രധാന ബഹിരാകാശ വാഹനങ്ങൾ ചലഞ്ചറും കൊളംബിയയും ആയിരുന്നു. കൊളംബിയ ദുരന്തത്തിന് ശേഷം ഡിസ്കവറി, അറ്റ്ലാന്റിസ്, എൻഡവർ തുടങ്ങിയ മറ്റ് ഷട്ടിലുകൾ ഉപയോഗിച്ചു. അവ ഇപ്പോൾ മ്യൂസിയങ്ങളിൽ കാണാം. 1981 ഏപ്രിൽ ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഷട്ടിൽ കൊളംബിയ ആയിരുന്നു. ദുരന്തത്തിന് മുമ്പ് അത് 27 വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഷട്ടിൽ പലതവണ വീണ്ടും ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്നും അത് ദുരന്തത്തിലേക്ക് നയിച്ചോ എന്നും നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇല്ല എന്നാണ് ഉത്തരം. ഓരോ ഫ്ലൈറ്റിനും ശേഷവും ഷട്ടിൽ പരിശോധിക്കുന്നതിനും നന്നാക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള വിപുലമായ പ്രക്രിയകളോടെ പുനരുപയോഗിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് STS പ്രോഗ്രാം. കൊളംബിയ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം ഒരു ചെറിയ പ്രശ്നമായിരുന്നു. വിക്ഷേപണത്തിനിടെ ഷട്ടിലിന്റെ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് TPS സംഭവിച്ച തകരാറാണ് കാരണം. എന്നാൽ STS പ്രോഗ്രാമിന്റെ ആശയം വളരെ മികച്ചതായിരുന്നു. കൽപ്പനയുടെ ആദ്യ ബഹിരാകാശ പറക്കൽ കൊളംബിയ ഷട്ടിൽ STS-87 24ാമത്തെ പറക്കലായിരുന്നു. സ്പാർട്ടൻ ഉപഗ്രഹം വിന്യസിക്കുന്നതിന് ഷട്ടിലിന്റെ റോബോട്ടിക് കൈ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ചുമതലയുള്ള മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അന്ന് കൽപ്പന. സൂര്യന്റെ പുറംപാളി പഠിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഉപഗ്രഹം. എന്നിരുന്നാലും ഈ ദൗത്യത്തിനിടയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 1360 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം നിയന്ത്രണം വിട്ടുപോയി. അവൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തെ ബഹിരാകാശ നടത്തത്തിന് ശേഷം ഉപഗ്രഹം തിരികെ കൊണ്ടുവന്നു. പിന്നീട് നാസയിലെ ശാസ്ത്രജ്ഞർ കൽപ്പനയെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഉണ്ടായ കുഴപ്പങ്ങൾ അത് അവളുടെ തെറ്റല്ലെന്നും ഷട്ടിൽ ക്രൂവിലെ മറ്റൊരംഗം മൂലമുണ്ടായ പ്രശ്നമാണെന്നും മുതിർന്ന ബഹിരാകാശ സഞ്ചാരികൾ സ്ഥിരീകരിച്ചു. കൽപ്പനയുടെ വിജയകരമായ ദൗത്യം അവളെ ആദ്യത്തെ ഇന്ത്യൻ വംശജയും ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ അമേരിക്കൻ വനിതയും ആക്കി മാറ്റി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദർ കുമാർ ഗുജ്റാൾ അവളെ അഭിനന്ദിച്ചു. കൽപ്പന, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. കൽപ്പന അഭിനന്ദനങ്ങൾക്ക് നന്ദിയും അറിയിച്ചിരുന്നു. കൽപ്പനയുടെ ആദ്യത്തെ ബഹിരാകാശ പറക്കൽ 16 ദിവസം നീണ്ടുനിന്നു. കൂടാതെ മൈക്രോഗ്രാവിറ്റിയിൽ സസ്യങ്ങളുടെ പുനരുൽപാദനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണം ഉൾപ്പെടെ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ദാരുണമായ അപകടത്തിന് മുമ്പ് അവളുടെ 2ാമത്തെയും അവസാനത്തെയും ഫ്ലൈറ്റ് സമയത്ത് കൂടുതൽ രസകരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. 2003 ജനുവരി 16 10:29 AM കൊളംബിയ സ്പേസ് ഷട്ടിൽ അവസാനമായി ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. ഈ ദൗത്യം STS-107 2001 ആദ്യം ഷെഡ്യൂൾ ചെയ്തതു മുതൽ 13 തവണ വൈകി. ഒടുവിൽ 2003 കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കമാൻഡർ റിക് ഹസ്ബൻഡിന്റെ നേതൃത്വത്തിൽ 7 ബഹിരാകാശ സഞ്ചാരികളുമായി അത് വിക്ഷേപിച്ചു. പേലോഡ് കമാൻഡർ മൈക്കൽ ആൻഡേഴ്സണും 3 മിഷൻ സ്പെഷ്യലിസ്റ്റുകളുമായിരുന്നു. അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. പൈലറ്റുമാർ വില്യൻ മക്കൂൾ, ഇസ്രയേൽ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുള്ള പേലോഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഇലൻ റാമോൺ. ഈ ബഹിരാകാശ യാത്രികരുടെ ദൗത്യം 24 മണിക്കൂർ നിർത്താതെയുള്ള പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു. നോൺ സ്റ്റോപ്പ് എന്നാൽ ഉറങ്ങാതെ എന്നല്ല അർത്ഥമാക്കുന്നത്, പകരം ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നതാണ്. 16 ദിവസം ബഹിരാകാശത്ത് അവർ ലൈഫ് സയൻസ്, മെറ്റീരിയൽ സയൻസ്, ഫ്ലൂയിഡ് ഫിസിക്സ് എന്നിവയിലായി 80ഓളം പരീക്ഷണങ്ങൾ നടത്തി.
കൽപ്പന ചൗള മൈക്രോഗ്രാവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രത്യേകിച്ച് ബഹിരാകാശത്ത് ജ്വലനം എങ്ങനെ സംഭവിക്കുന്നു, തീയെ എങ്ങനെ അടിച്ചമർത്താം, എങ്ങനെ സ്ഫടിക വളർച്ച സംഭവിക്കുന്നു, എങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബഹിരാകാശത്ത് വളർന്നു, ബഹിരാകാശത്ത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ മുഴകൾ എങ്ങനെ വികസിക്കുന്നു എന്നതിന് സമാനമായി കോശങ്ങൾ ത്രിമാനമായി വളരുന്നു, ഗോളാകൃതിയിൽ രൂപപ്പെടുന്നു. ട്യൂമർ സ്വഭാവം നന്നായി മനസ്സിലാക്കാൻ ഈ ഗവേഷണം വളരെ സഹായിച്ചിരുന്നു. നാസ സ്പേസ് ഹാബ് എന്ന കമ്പനിയുമായി സഹകരിച്ച് ലോകമെമ്പാടുമുള്ള സർവകലാശാലകൾ, കമ്പനികൾ, സർക്കാർ ഏജൻസികൾ എന്നിവയെ ഭൗതികമായി ആരെയും അയക്കാതെ ബഹിരാകാശത്ത് ഗവേഷണം നടത്താൻ അനുവദിച്ചു. ബഹിരാകാശ സഞ്ചാരികൾ അവരുടെ പേരിൽ പരീക്ഷണങ്ങൾ നടത്തി. ഓസ്ട്രേലിയ, ചൈന, ഇസ്രയേൽ, ജപ്പാൻ, USA എന്നിവിടങ്ങളിലെ 6 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ബഹിരാകാശ യാത്രികരുടെ പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങളിൽ ചിലന്തികൾ, പട്ടുനൂൽ പുഴുക്കൾ, ഓർഗാനിക് പരലുകൾ, മത്സ്യം, തേനീച്ചകൾ, ഉറുമ്പുകൾ എന്നിവ ബഹിരാകാശത്ത് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഉള്ളവയായിരുന്നു. ബഹിരാകാശത്ത് പൂക്കളുടെ മണം മാറുമെന്നതാണ് രസകരമായ ഒരു കണ്ടെത്തൽ. ദൗത്യത്തിനിടെ ഡാറ്റ നിരന്തരം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഏകദേശം 30% ഡാറ്റ ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ സംരക്ഷിക്കുകയും സംഭരിക്കുകയും ചെയ്തു. ഉറുമ്പുകളും പരലുകളും ഉൾപ്പെട്ട പരീക്ഷണങ്ങളുടെ വിജയകരമായ ചില വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചയച്ചു കൊടുത്തു. അവിടെ 40-ലധികം പരീക്ഷണങ്ങൾ നടത്തി. ദുരന്തത്തിന് ശേഷം ബഹിരാകാശ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തു. അവയിൽ പെട്രി വിഭവങ്ങൾ അടങ്ങിയ 5 മുതൽ 6 വരെ ക്യാനുകളിൽ ഈ വട്ടപ്പുഴുക്കൾ ജീവിച്ചിരുന്നു. പ്രത്യേകിച്ച് അലൂമിനിയം കാനിസ്റ്ററുകളിൽ സൂക്ഷിച്ചിരുന്നതിനാൽ വട്ടപ്പുഴുക്കളുടെ ഒരു കൂട്ടം ചെറിയ കേടുപാടുകളോടെ ദുരന്തത്തെ അതിജീവിച്ചു. ഈ വട്ടപ്പുഴുക്കളുടെ ചില പിൻഗാമികളെ പിന്നീട് 2011 STS പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ മുതൽ അവസാനത്തെ ദൗത്യമായ സ്പേസ് ഷട്ടിൽ എൻഡവറിന്റെ ദൗത്യത്തിലേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പരിഹരിക്കാം. എന്താണ് ഈ സംഭവത്തിന് കാരണമായത്? പൈലറ്റിനോ മറ്റൊരു ക്രൂ അംഗത്തിനോ പറ്റിയ പിഴവാണോ? കൊളംബിയയിലെ 7 ബഹിരാകാശ സഞ്ചാരികളിൽ ആരും തെറ്റുകൾ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം. അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപകടത്തിന് തൊട്ടുമുമ്പ് എടുത്ത ഈ വീഡിയോ റെക്കോർഡിംഗിൽ ബഹിരാകാശ സഞ്ചാരികൾ ചിരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതുമാണ്. കൽപ്പന ചൗളയും സംസാരിക്കുന്നത് കാണാം. 8:58 AM വരെ ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന ആദ്യ സൂചന ലഭിച്ചു. കൊളംബിയയുടെ ബാക്കപ്പ് ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ ഷട്ടിലിന്റെ ഇടതുവശത്തുള്ള 4 ചക്രങ്ങൾക്ക് മർദ്ദം നഷ്ടപ്പെട്ടുവെന്ന മുന്നറിയിപ്പ് ഡിസ്പ്ലേയിൽ കാണിച്ചു. കൊളംബിയയ്ക്ക് ഭൂമിയുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നതിന് കൃത്യം 1 മിനിറ്റ് മുമ്പ് ഈ മുന്നറിയിപ്പ് പ്രത്യക്ഷപ്പെട്ടു. ഗ്രൗണ്ടിലുള്ള ക്യാപ്കോം പ്രശ്നത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ്. ബഹിരാകാശ യാത്രികർക്ക് അറിയില്ലെങ്കിലും നാസയിലെ ചിലർക്ക് പ്രശ്നത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അപകടത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമല്ല, ഷട്ടിൽ വിക്ഷേപിച്ച് 16 ദിവസം മുമ്പ് തന്നെ അവർക്ക് അതറിയാമായിരുന്നു. കൊളംബിയ വിക്ഷേപിച്ച് 81 സെക്കൻഡുകൾക്ക് ശേഷം ഷട്ടിലിൽ നിന്ന് ഒരു ചെറിയ ഭാഗം വേർപെട്ടു. ഇടത് ചിറകുമായി അത് കൂട്ടിയിടിച്ചു. കൊളംബിയയുടെ ബാഹ്യ ടാങ്കിനെ പ്രധാന ഷട്ടിലുമായി ബന്ധിപ്പിക്കാനാണ് ഈ നുര ഉപയോഗിച്ചിരുന്നത്. 60 സെന്റിമീറ്റർ നീളവും 40 സെന്റിമീറ്റർ വീതിയുമുള്ള 750 ഗ്രാം ഭാരമുള്ള ഒരു ചെറിയ കഷ്ണമാണെങ്കിലും അത് 700 തൊട്ട് 900 കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ ഇടത് ചിറകിൽ ഇടിച്ചു. സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചില നാസ എഞ്ചിനീയർമാർ STS പ്രോഗ്രാം മാനേജർ റോൺ ഡിറ്റെ മോറിനോട് ചിത്രമെടുക്കാനും ഷട്ടിലിന്റെ കേടുപാടുകൾ പരിശോധിക്കാനും ആവശ്യപ്പെട്ടു. അവർക്ക് അവരുടെ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഈ ആവശ്യം ചീഫ് നിരസിച്ചതായി എഞ്ചിനീയർമാർ പറഞ്ഞു. അതുകൊണ്ടാണ് സംഭവം പിന്നീട് അറിഞ്ഞപ്പോൾ 2003 ഏപ്രിലിൽ തന്റെ തെറ്റ് സമ്മതിച്ച് അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചത്. 2003 ഓഗസ്റ്റിൽ കൊളംബിയ ദുരന്തം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും അതിന്റെ കാരണം എന്തെന്നും വിശദമായി വിശദീകരിക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് കമ്മീഷൻ പുറത്തിറക്കി. റിപ്പോർട്ട് നാസയുടെ അശ്രദ്ധയെ പരാമർശിക്കുകയും ഷട്ടിലിന്റെ കേടുപാടുകൾ നിരീക്ഷിക്കാൻ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാനുള്ള വാഗ്ദാനം സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് നാസയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ മേധാവി വില്യം റെഡിയെ വിരൽ ചൂണ്ടുകയും ചെയ്തു. അപ്പോൾ സുഹൃത്തുക്കളെ, അപകടത്തിന്റെ കാരണം വ്യക്തമായി പറഞ്ഞാൽ സ്പേസ് ഷട്ടിൽ ഇടത് ചിറകിന് തകരാർ സംഭവിച്ചത് ചെറിയ ദ്വാരത്തിന് കാരണമായി. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദ്വാരം വലുതായി വായു ചോർച്ചയ്ക്ക് കാരണമായി. സാധാരണയായി ഷട്ടിലിന്റെ ആന്തരിക താപനില നിലനിർത്തുന്ന ഒരു താപ സംരക്ഷണ സംവിധാനമുണ്ട്.
എന്നാൽ വായു ചോർച്ച കാരണം ദ്വാരം വികസിച്ചു. ഒരു സ്യൂട്ട് കേസിന്റെ വലിപ്പമുള്ള ഇൻസുലേഷന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. കൊളംബിയയുടെ ഒരു പ്രധാന ഭാഗം ബാഹ്യമായ തീയ്ക്കും വാതകങ്ങൾക്കും വിധേയമായി. ഇത് ഇടത് വിങ്ങിലെ സെൻസറുകൾ പരാജയപ്പെടാൻ കാരണമായി. താപനില റീഡിങ്ങുകൾ വെട്ടിക്കുറക്കപ്പെട്ടു. താമസിയാതെ ടയർ പ്രഷർ റീഡിങ്ങും അപ്രത്യക്ഷമായി. ബഹിരാകാശ പേടകം തകരാൻ തുടങ്ങി. ഒരു ചെറിയ നുരയാണ് ഈ സംഭവത്തിന് കാരണമായത്. ഇത് 7 പേരുടെ മരണത്തിലേക്ക് നയിച്ചു. എന്നിരുന്നാലും 2003 CAIB റിപ്പോർട്ടിൽ സ്പേസ് ഷട്ടിൽ വിക്ഷേപണ വേളയിൽ നുര പതിക്കുന്നത് സാധാരണമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഫോട്ടോകൾ ലഭ്യമായ 79 ദൗത്യങ്ങളിൽ മുൻ 65 ദൗത്യങ്ങളിലും നുരകളുടെ സ്ട്രൈക്കുകൾ കണ്ടിരുന്നു. ഈ പ്രത്യേക പണിമുടക്കിന്റെ പ്രശ്നകരമായ വശം അത് തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തു അടിച്ചു എന്നതാണ്. സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷം മറ്റൊരു റിപ്പോർട്ട്, കൊളംബിയ ക്രൂ സർവൈവൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് 2008 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചു. മർദ്ദത്താൽ ക്യാബിൻ തകരാറിലായതിനാൽ ബഹിരാകാശ യാത്രികർ നിമിഷങ്ങൾക്കകം മരിച്ചുവെന്ന് ഇത് കാണിച്ചു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം നാസ അതിന്റെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം 2.5 വർഷത്തേക്ക് നിർത്തി. ഏറ്റവും പ്രധാനമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫോം റാമ്പിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തി. ഭാഗ്യവശാൽ 20 വർഷം കഴിഞ്ഞിട്ട് ഇത്തരമൊരു സംഭവം ആവർത്തിച്ചിട്ടില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതുവരെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം തുടർന്നു. 135 ദൗത്യങ്ങൾക്കും 30 വർഷത്തെ പ്രവർത്തനത്തിനും ശേഷം 2011 ജൂലൈയിൽ പ്രോഗ്രാം സമാപിച്ചു. ഈ 30 വർഷത്തിനിടെ 14 ബഹിരാകാശ സഞ്ചാരികൾക്ക് ദൗർഭാഗ്യകരമായ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു. അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. ഇന്ത്യക്ക് ഒരു ദേശീയ അഭിമാനം നഷ്ടപ്പെട്ടു. എന്നാൽ കൽപ്പന ചൗളയുടെ സ്വാധീനം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെയോ അനുഭവപ്പെടുന്നു. കൽപ്പനയ്ക്ക് ശാസ്ത്ര വിദ്യാഭ്യാസത്തോട് താല്പര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികൾക്കും അത്തരമൊരു വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. നാസ കൽപ്പന ചൗളയ്ക്കും മറ്റ് ക്രൂ അംഗങ്ങൾക്കും വർഷങ്ങളായി ആദരാഞ്ജലികൾ അർപ്പിച്ചു വരുന്നു. ഉദാഹരണത്തിന് ചൊവ്വയിലെ ഒരു ലാൻഡിംഗ് സൈറ്റിന് കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ എന്ന് പേരിട്ടു. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള നിരവധി ചിഹ്ന ഗ്രഹങ്ങൾക്ക് ക്രൂ അംഗങ്ങളുടെ പേരിട്ടു. ഇന്ന് നമ്മുടെ സൗരയൂഥത്തിൽ എവിടെയോ അകലെ 51826 കൽപ്പന ചൗള എന്നറിയപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം സൂര്യനെ ചുറ്റുന്നു. കൽപ്പന ചൗളയുടെ ജീവിതവും കൊളംബിയ ദുരന്തവും നമ്മെ സ്വപ്നങ്ങളിലേക്ക് പ്രേരിപ്പിക്കുമ്പോഴും ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നങ്ങൾക്കായി എത്ര ഉയരങ്ങളിലേക്കും യാത്ര ചെയ്യാം, എന്നാൽ പലപ്പോഴും അവ അപ്രത്യക്ഷമായി അവസാനിച്ചേക്കാം. കൽപ്പന ചൗളയുടെ അഭിമാനകരമായ ജീവിതവും ദുഃഖകരമായ അന്ത്യവും എല്ലാ തലമുറകൾക്കും പ്രചോദനമാകുന്നതാണ്. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.